ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഭാവതി പല്ലവിയുടെ കഴുത്തിന് പിടിച്ചിട്ട് പറയും, ഇറങ്ങിപ്പോടി മര്യാദയ്ക്ക്. അപ്പോൾ പല്ലവി പറയും, അമ്മ എന്നെ ആട്ടി പുറത്താക്കണമെന്നില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ പ്രഭാവതി പല്ലവിയോട് പറയും, നീ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണ്ട, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. എൻ്റെ മോനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് നീ കള്ളം പറഞ്ഞ് അവനെ വിവാഹം കഴിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നീ കരയണ്ട എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പല്ലവിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ പ്രഭാവതി പല്ലവിയോട് പറയും, നീ നടത്തിയ കള്ളത്തരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ പല്ലവി ചോദിക്കും, ദർശന ഡോക്ടറാണോ അമ്മയോട് ഇത് പറഞ്ഞത്? അല്ല, പിന്നെ ആരാണ് ഇത് അമ്മയോട് പറഞ്ഞത്? വിപിൻ സാറാണോ? വിപിനും അല്ല, പിന്നെ ആരാ? അപ്പോൾ പ്രഭാവതി ചോദിക്കും, പിന്നെ ആർക്കാണ് നീ നടത്തിയ ഈ നാടകം അറിയുന്നത്? നിന്റെ ചേച്ചി. ഇത് കേട്ട് പല്ലവി ഒന്ന് ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, ചേച്ചിയാണോ ഇത് അമ്മയോട് പറഞ്ഞത്? അപ്പോൾ പ്രഭാവതി പറയും, അതെ, അവൾ തന്നെയാണ് ഇത് എന്നോട് പറഞ്ഞത്. നിന്റെ ചേച്ചി പറഞ്ഞത് സത്യമാണോ എന്നറിയാനാണ് ഞാൻ നിന്നെ വിരട്ടിയത്, അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല പല്ലവി. നീ എന്നും എൻ്റെ മോൻ്റെ ഭാര്യ തന്നെയാണ്, എൻ്റെ മരുമകൾ. എന്നാലും നിന്റെ ചേച്ചി ആള് കൊള്ളാലോ, അവൾ ആള് ബഹുമിടിക്കുകയാണ്. എല്ലാ കൂടപ്പിറപ്പും അവളുടെ സഹോദരങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ കരുതൂ. പക്ഷേ പാർവതിക്ക് ആ ചിന്തയില്ലല്ലോ. അവൾക്ക് അവളുടെ ഈ അനിയത്തി തുലഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അത്രയ്ക്ക് വിരോധമാണ് മോളെ നിന്നോട് നിന്റെ ചേച്ചിക്കുള്ളത്. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നീ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കള്ളത്തരം അവൾ എന്നോട് വന്ന് പറഞ്ഞത്. നീ എൻ്റെ മരുമകളായില്ലേ, ആ സ്ഥിതിക്ക് നിന്റെ ചേച്ചിയുടെ സ്വഭാവം നിന്നെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് നീ അറിയണം. നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം കാരണം നിന്റെയും വിപിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കുമെന്ന പേടിയിലാണിപ്പോൾ ഞാൻ. അപ്പോൾ പല്ലവി പറയും, എനിക്ക് അവളെ ഒന്ന് കാണണം, എനിക്കിട്ട് പാര പണിയുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് പോവുകയാണ്. പല്ലവി പോയതിനു ശേഷം ജാസ്മിൻ പ്രഭാവതിയോട് ചോദിക്കും, ഞാനും ആൻറ്റിയും തമ്മിൽ തീരുമാനിച്ച പ്ലാൻ അല്ലല്ലോ ഇപ്പോൾ ഇവിടെ നടന്നത്, എന്താ ഇങ്ങനെ ഒരു ചേഞ്ച്? അപ്പോൾ പ്രഭാവതി പറയും, അതിന് കാരണമുണ്ട് ജാസ്മിൻ. വിശാലിനോട് നേരിട്ട് പല്ലവി നടത്തിയ കള്ളത്തരത്തെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഏൽക്കില്ല. അവനൊരു ലോല ഹൃദയനാണ്. പല്ലവി ചെയ്ത കള്ളത്തരം പാർവതി മറച്ചു പിടിച്ചത് അനിയത്തോടുള്ള അതിരുകടന്ന സ്നേഹം കൊണ്ടും അവളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണെന്നും അവൻ കരുതും. അവൻ അത് കണക്കിലെടുത്ത് പാർവതിയോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ചാൽ പല്ലവി എടുത്ത മരുമകളായി തന്നെ തുടരും. പിന്നെ നമുക്ക് പല്ലവിയെ ഒന്നും ചെയ്യാനാവില്ല. നമുക്കിപ്പോൾ വേണ്ടത് അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള തമ്മിത്തല്ലാണ്. അതിനുള്ള വിഷം പല്ലവിക്ക് ഞാൻ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ചേച്ചിയും അനിയത്തിയും തമ്മിൽ അടിച്ചോളും. അടിമൂക്കുമ്പോൾ നമുക്ക് അവരെ രണ്ടുപേരെയും ഇവിടെ നിന്ന് ഓടിക്കാം. പിന്നെ കാണിക്കുന്നത് വിശാൽ പാർവതിയെ വിളിച്ചിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അത് കാണുമ്പോൾ പാർവതി ചോദിക്കും, എന്താ ഇതിൻ്റെ ഉള്ളിൽ സാറേ? അപ്പോൾ വിശാൽ പറയും, താനൊന്ന് തുറന്നു നോക്ക്. അങ്ങനെ പാർവതി ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിലുണ്ടായിരുന്നത് അവർ മഞ്ഞളയിൽ മുക്കി കൈവച്ച ആ തുണി ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. അപ്പോൾ പാർവതി വീണ്ടും ഗായത്രമ്മ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഓർക്കാണ്. എന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അത് കാണുമ്പോൾ വിശാൽ ചോദിക്കും, എന്ത് പറ്റി പാർവതി, എന്തിനാ നീ കരയുന്നത്? അപ്പോൾ പാർവതി പറയും, ഒന്നുമില്ല സാറേ, എനിക്ക് പെട്ടെന്ന് അമ്മയെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും ഒക്കെ ഓർമ്മ വന്നു. അപ്പോഴാണ് പ്രഭാവതി വിശാലിനെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ. പ്രഭാവതി അവരെ മാത്രമല്ല എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയതിന് ശേഷം പ്രഭാവതി പറയും, എനിക്ക് എല്ലാവരോടും കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് വിശാൽ എനിക്കൊരു സത്യം ചെയ്തു തരണം. നീ അതിന് തയ്യാറല്ലേ മോനെ? അപ്പോൾ വിശാൽ പറയും, അമ്മ കാര്യം പറ. അപ്പോൾ പ്രഭാവതി പറയും, ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കരുത്, പാർവതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്, അവൾ ശകാരിക്കരുത്. അപ്പോൾ വിശാൽ പറയും, അമ്മ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം വ്യക്തമായി, അമ്മ പറയാൻ പോകുന്നത് പാർവതിയെക്കുറിച്ചാണെന്ന്. അമ്മ പറഞ്ഞോ? അത് കേട്ടിട്ട് ഞാൻ ഒരിക്കലും പാർവതിയെ കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ ചെയ്യില്ല. ഇത് സത്യം. ഞാൻ എന്തിനാണ് പാർവതിയെ വഴക്ക് പറയുന്നത്? അമ്മ കാര്യം പറ. അപ്പോൾ പ്രഭാവതി പല്ലവിയോട് ചോദിക്കും, യാഥാർത്ഥ്യത്തിൽ നീ ഗർഭിണിയാണോ? അല്ല, ഇവളെ ഗർഭിണിയൊന്നും അല്ല. ഇവൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞാണ് വിപിനെ വിവാഹം കഴിച്ചത്. ഞാൻ പറഞ്ഞത് സത്യമില്ലെങ്കിൽ പല്ലവി പറയട്ടെ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ പല്ലവി? അല്ലെങ്കിൽ വിപിൻ പറയട്ടെ ഇത് സത്യമല്ല എന്ന്. ഞാൻ പറഞ്ഞതല്ലേ വാസ്തവം, എന്നാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. അപ്പോൾ സുശീല പറയും, എനിക്ക് അന്നേ സംശയം തോന്നിയതാണ്. നമ്മുടെ ചെക്കനല്ലേ, ഇവൻ ഇങ്ങനെ ഒരു ചതി കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവൾ നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ നാടകം തന്നെയായത്. പല്ലവി വെറുതെ വിടരുത് പ്രഭേച്ചി. അപ്പോൾ പ്രഭാവതി സുശീലയോട് പറയും, നീ വിചാരിക്കുന്ന പോലെ സ്വത്ത് തട്ടിയെടുക്കാനൊന്നുമല്ല പല്ലവി കള്ളത്തരം കാണിച്ചത്. ഇവൾക്ക് വിപിനെ വലിയ ഇഷ്ടമായിരുന്നു. പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഇഷ്ടം.
അതുകൊണ്ട് ഇവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പല്ലവി കള്ളം പറഞ്ഞ് ഈ കല്യാണം നടത്തിയത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിശാല് പോയിട്ട് വിപിനോട് ചോദിക്കും, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്വയം ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അന്ന് പല്ലവിയുടെ ഭീഷണിക്ക് മുമ്പിൽ തലകുനിച്ച് ഈ വിവാഹത്തിന് നീ തയ്യാറായത്? എല്ലാ സത്യങ്ങളും നിനക്ക് അവിടെ വെച്ച് പറയാമായിരുന്നില്ലേ? നീ എന്തിനീ വിട്ടുവീഴ്ച ചെയ്തു? അതിന് നിന്നെ പ്രേരിപ്പിച്ച കാരണം എന്താണ്? അപ്പൊ വിപിൻ പറയും, ഞാൻ അത് ചെയ്തത് പാർവതിക്ക് വേണ്ടിയാണ്. പല്ലവി പറഞ്ഞത് കള്ളാണെന്ന് ഞാൻ അവിടെ വെച്ച് തെളിയിച്ചാൽ നാണം കിടുന്നത് പാർവതിയായിരിക്കും. അനിയത്തി കാണിച്ച കള്ളത്തരത്തിന്റെ പേരിൽ എല്ലാവരും പാർവതിയെ വഴക്ക് പറയും. ഒപ്പം പല്ലവിയുടെ ഭാവിയും ജീവിതവും നശിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് പാർവതിക്ക് വിഷമാവൂ എന്ന് കരുതിയാണ് ഞാൻ ആ പഴി സ്വയം ഏറ്റെടുത്തത്. അപ്പൊ വിശാല് പറയും, നീ ചെയ്തത് വലിയൊരു ത്യാഗമാണ് മോനെ. നിന്റെ ഈ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഈ നിമിഷം വരെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. എന്റെ കണ്ണിൽ പല്ലവിയെ ചതിച്ച് ജാസ്മിനെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച ഒരു വിശ്വാസവഞ്ചകനായിരുന്നു നീ. ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. നീ എന്നോട് ക്ഷമിക്കണം മോനെ. അപ്പൊ വിപിൻ പറയും, സാരമില്ല ഏട്ടാ, എന്നെങ്കിലും ഒരു ദിവസം സത്യം തെളിയുമെന്നും എന്റെ നിരപരാധിത്വം തെളിഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പൊ അത് സംഭവിച്ചു. അപ്പോൾ വിശാല് പോയിട്ട് പാർവതിയോട് ചോദിക്കും, ഇതൊക്കെ കേട്ടിട്ട് പാർവതി എന്താ മിണ്ടാതെ നിൽക്കുന്നത്? പല്ലവി ഗർഭിണിയല്ലായിരുന്നു എന്ന് പാർവതിക്ക് അറിയായിരുന്നോ? അപ്പൊ പ്രഭാവതി പറയും, അറിയായിരുന്നു മോനെ. പാർവതിയാണ് പല്ലവിക്ക് ഈ കാര്യത്തിൽ കൂട്ടുനിന്നത്. അതുകൊണ്ടാണ് പല്ലവിയെ പരിശോധിക്കാമെന്ന ദർശന ഡോക്ടറുടെ കാല് പിടിച്ച് പല്ലവി ഗർഭിണിയാണെന്ന് ഡോക്ടറിനെ കൊണ്ട് പാർവതി പറയിപ്പിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിശാല് മനസ്സിൽ പറയും, ഇതൊക്കെ അറിഞ്ഞിട്ടും പാർവതി എന്തുകൊണ്ടായിരിക്കും എന്നോട് പറയാതിരുന്നത്? പാർവതിയെ ഉള്ളു തുറന്ന് വിശ്വസിച്ചിട്ടും ഇവൾ എന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാണല്ലോ. അപ്പോൾ പ്രഭാതി വിശാലിനോട് പറയും, നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാകും നീ ജീവന തുല്യം വിശ്വസിച്ച പാർവതി വിശ്വാസവഞ്ചന കാണിച്ചുവെന്ന്. അല്ലേ മോനെ? തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കാര്യത്തിൽ നീ ഇവളെ കുറ്റപ്പെടുത്തരുത്. അതാണ് ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞത്. പാർവതി നിസ്സഹായയാണ്. പാർവതിയുടെ ഭാഗത്ത് നിന്നൊന്നും ചിന്തിച്ചു നോക്ക്. അവൾക്ക് അവളുടെ അനിയത്തിയുടെ ജീവിതമല്ലേ പ്രാധാന്യം. അതോടൊപ്പം ഈ കുടുംബത്തിന്റെ മാനവും സംരക്ഷിക്കണം. അപ്പൊ പിന്നെ ഇവൾ എന്ത് ചെയ്യാനാണ്? ഇവൾക്ക് മുന്നിൽ അനിയത്തിയുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുക എന്ന മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൾ ആ വഴിക്ക് ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പാർവതിയെ നീ ഒരിക്കലും വഴക്ക് പറയരുത്. അപ്പൊ വിശാൽ പറയും, തെറ്റ് എന്റെയാണ് അമ്മേ. കണ്ണു അടച്ച് വിശ്വസിച്ചു പോയി. അവനവന്റെ കാര്യം വരുമ്പോ സ്നേഹവും വിശ്വാസവും ഒക്കെ മറക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ പ്രഭാവതി പറയും, പാർവതി എന്തുകൊണ്ടാണ് നിന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചതെന്ന് ഞാൻ നിന്നോട് വിശദമായിട്ട് പറഞ്ഞു തന്നല്ലേ. ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. ഇതിപ്പോ ഇവിടെ കഴിഞ്ഞു. ഇതിന്റെ പേരിൽ നീയും പാർവതിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ പോലും ഉണ്ടാകരുത്. അതുപോലെ ഇനി പല്ലവി ഗർഭിണിയാണെന്ന് അഭിനയിക്കുകയും വേണ്ട. അതിനൊരു തീർപ്പുണ്ടാക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇതിപ്പോ നിങ്ങൾ എല്ലാവരോടും കൂടെ പറഞ്ഞത്. ഒരു അമ്മ എന്ന നിലയിൽ ഞാനിത് ചെയ്യേണ്ട മോനെ. അപ്പൊ വിശാല് പറയും, വേണം അമ്മേ. അല്ലെങ്കിലും അമ്മ എപ്പോഴും എന്ത് തീരുമാനം എടുത്താലും അത് ശരിയായിരിക്കാം. ഇതിപ്പോ എല്ലാവരോടും പറഞ്ഞത് നന്നായി. സത്യം പുറത്തു വന്നല്ലോ. ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.